ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബൺദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സോഫ്റ്റായിട്ടും വളരെ രുചികരവുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലൊരു ബൺദോശയ്ക്കൊപ്പം പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ടില്ല. എന്നാൽ ശരി, ഇതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബൺദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നിറയെ തന്നെ ഞാനിപ്പോൾ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ തൈര് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം. അത് നമുക്ക് തൈര് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് തൈര് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അത് ചേർക്കാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയും കൂടി. കൂടെ വേണ്ടത് ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം മാത്രം വെള്ളമാണ്. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ മാവൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മാവ് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരു പാനൊന്ന് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് വറുത്ത് കൊടുക്കാം. ആ സൈഡിലേക്ക് എണ്ണ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവിടെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നത്. നമ്മുടെ കടുകും ചെറിയ ജീരകവും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ചെറിയ സവാളയിൽ ഒരു സവാള ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ചേർക്കുകയാണ്. നമ്മുടെ സവാള ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. മീഡിയത്തിൽ വെച്ചിട്ട് ആ സവാളയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ, നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ആദ്യം ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കരുത്, ഇതുപോലെ ഇഞ്ചി അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഒരു പച്ചമുളകൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിനെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊന്നും ഗോൾഡൻ കളർ ആകണമെന്നുള്ള ആവശ്യമില്ല. നല്ല രീതിക്കൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മുടെ ഈ ബൺദോശയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. ഇനി വെജിറ്റബിൾസ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. അതായത് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണവർക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ടൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബൺദോശ കിട്ടുന്നത്. അപ്പോൾ കൂടുതലും രുചികരമായിട്ടുണ്ടാകുന്നത് ക്യാരറ്റ് ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കമൊക്കെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാളയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, തിളയ്ക്കുന്ന ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നമ്മുടെ മാവിലേക്ക് ഇതൊന്ന് ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇതൊന്ന് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി. നമ്മൾ സാധാരണ അപ്പത്തിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ആവശ്യമായിട്ടുണ്ട്. കാരണം നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് കിട്ടാനാണ് നമ്മൾ ഒരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അതല്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ് ഈ ഒരു അളവിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊരല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഒരല്പം കൂടി കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ കട്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഈ ഒരു തിക്നെസ് നമ്മുടെ മാവിന് ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ നമ്മുടെ ബൺദോശ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ബൺദോശ നമ്മൾ തയ്യാറാക്കുന്നത് ദോശ തവയിലല്ല, പകരം നമ്മൾ താളിക്കാനൊക്കെ എടുക്കില്ലേ ആ ഒരു പാനിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴിവുള്ളത് എടുക്കുക, അല്ലെങ്കിൽ ആപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ ആപ്പച്ചട്ടിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്.
അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തവി അളവിൽ മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് ഉള്ളു കുറച്ചുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് അടച്ചുകൂടി വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടിക്കോളും. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതൊന്ന് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ ബൺദോശ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് അടച്ചു വെക്കണം എന്നുള്ള ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ട് ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ നമ്മുടെ ബൺദോശ പിന്നെ നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉൾഭാഗം നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. 1 കപ്പ് റവയിൽ നിന്ന് നമുക്ക് 6ഓളം ബൺദോശകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബൺദോശ കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ടൊന്നും തന്നെ വേണമെന്നില്ല. നല്ലൊരു തേങ്ങയുടെ ഫ്ലേവറും ഉള്ളിയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. സൈഡായിട്ട് ഞാനിപ്പോൾ ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചട്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതുപോലൊരു ചട്നി കൂടി തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.